ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ആയിക്കോട്ടെ, ആരെയും ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അന്റോടൊക്കെ ആര് ചോദിക്കാൻ? ഇത്രയും ഉടായ്പ കാണിച്ചു കിടന്ന അന്റോടൊക്കെ ആര് എന്ത് ചോദിക്കാൻ? ഒരു സമയത്ത് കണ്ണന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം പറ്റിച്ചിന് കൈ കണക്കുമില്ല. ഗുരുവായൂർ അമ്പലം നടയിൽ പോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, അവിടെ കിടന്ന് ആരോ കമന്റ് ഇട്ടതിന് അയാളെ പിടിച്ചിട്ട് ഷോ ഓഫ് കാണിക്കുന്നു. എന്ത് പട്ടി ഷോ, പരിതാപകരാവസ്ഥമായിരുന്നു. പിന്നെ കണ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് ആ പടം ഈ ലോകത്ത് വേറെ ആർക്കും വരയ്ക്കാൻ പറ്റൂല, പിക്കാസോ ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താണ് കണ്ണന്റെ പടം നിങ്ങൾ വരച്ചപ്പോ ക്ലിക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തട്ടമിട്ടുകൊണ്ട് ഒരു മുസ്ലിം യുവതിയായിട്ട് നിന്നും കൊണ്ട് കണ്ണന്റെ പടം വരച്ചപ്പോ നിങ്ങൾ ആൾക്കാർ ഏറ്റെടുത്തു, ഇല്ലെന്നൊന്നും പറയുന്നില്ല, എല്ലാവരും കൈയടിച്ചു. ഒരു വെറൈറ്റി അതിൽ കാണാൻ സാധിച്ചു. അല്ലാണ്ട് നിങ്ങൾ വരയ്ക്കുന്നത് പിക്കാസോ ആയതുകൊണ്ടൊന്നും അല്ലടേ ഏറ്റെടുത്തത്. അതാദ്യം മനസ്സിലാക്ക്. ഇതിനേക്കാളും നല്ല ഉറക്കത്തുള്ള പടങ്ങൾ കിട്ടും, എന്നാലും പറയാൻ പാടില്ല. എങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളപ്പോൾ അത്രയും പടം വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല, എങ്കിലും പറഞ്ഞു തന്നു ഇതിനേക്കാളും നല്ല പടം കിട്ടും. പക്ഷെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് മുതലാക്കി ഉട്ടായ്പകൾ കാണിച്ചതുകൊണ്ട് മനസ്സിലായി കാണുമല്ലോ. വെറൈറ്റി മീഡിയ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഗൈസ്, ഞാൻ തട്ടമൂരിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇനി ഞാൻ മതമില്ല, ജാതിയില്ല, നിറമില്ല, വർഗമില്ല. നല്ല കാര്യം, അങ്ങനെയെങ്കിലും അങ്ങ് പോ. അതുപോലെ തന്നെ കണ്ണന്റെ പേരും പറഞ്ഞ് കണ്ണാ 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 നീ തൂങ്കടാ, എൻ കണ്ണാ നീ തൂങ്കടാ എന്നും പറഞ്ഞുകൊണ്ട് കുറെ പൈസ ഉണ്ടാക്കി, നാട്ടുകാരെ പറ്റിച്ച് നല്ല രീതിയിൽ നാട്ടുകാരെ മുതലെടുത്തുകൊണ്ട് കുറെ പൈസ ഉണ്ടാക്കി. ആ പൈസയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരു വീടുണ്ടാക്കി. വീടൊക്കെ ഉണ്ടാക്കിയപ്പോ ഇപ്പൊ കണ്ണനെ വേണ്ട, കണ്ണനെയും വേണ്ട, എടുത്തെറിഞ്ഞ് ആരെയും വേണ്ട. ഇപ്പം ആഹാ ഓഹോ ഏഹെ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആരംഭിച്ചാട്ടെ. ഉള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ജസ്ന സലീമിന്റെ വീട്ടിലാണ്. ജസ്ന സലീം ജനിച്ചു വളർന്ന വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത്. പറയുന്ന കേട്ട APJ അബ്ദുൽ കലാമിന്റെ വീട്ടുനടയിൽ നിൽക്കുന്ന പോലെയാണ് പറയുന്നത്. ഇത്രയ്ക്കൊന്നും ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല സഹോദരി. ഇതിന് മാത്രമുള്ള ക്വാളിറ്റി ഒന്നും അവിടെ ഇല്ല. എന്തോ എവിടെയോ ചുമ്മാ ആ ഒരു സെറ്റപ്പാ. അല്ലാണ്ട് APJ അബ്ദുൽ കലാമിന്റെ പൂർവ്വകാല സ്വത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് പോലത്തെ രീതിയിലുള്ള ഒരു സംസാരമൊന്നും ഇവർക്കൊന്നും ആവശ്യമില്ല. അതിനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. നാട്ടുകാരെ നല്ലോണം മൂഞ്ചിച്ച് ഉടായ്പകളും കാണിച്ച് അവിടെ പോയി ഷോ ഓഫും കാണിച്ച് നല്ല ഒന്നാം തരം വെടല പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നത്. അത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട ക്വാളിറ്റി അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യണം? പഞ്ചായത്ത് ഗ്രൗണ്ട് 2 റൗണ്ട് ഓടണം വേണ്ടല്ലോ. ഇന്ന് മിണ്ടായിടെ എന്തു വേടേ? തട്ടമില്ലാതെ ജസ്ന സലീം ഇതാ ആൾക്കാരുടെ രംഗത്ത് ഇന്ന് ഓടി വരുന്നു. നിങ്ങൾ എല്ലാവരും രാത്രി 7 മണിക്ക് വന്നിരിക്കുന്നു. ജസ്ന സലീം ഉദ്ഘാടനവുമായി തട്ടമില്ലാതെ രംഗത്ത്. എല്ലാവരും ഓടി വരൂ ഓടി വരൂ ഓടി വരൂ. എന്തിനടേ എനിക്ക് മനസ്സിലാവണില്ലടേ. ആരുടെ ജസ്ന സലീം? ആരിത്? ആര്? പിന്നെ മതം എടുത്തെറിഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തിനാരെ കാണിക്കുക? പുതിയ ഷോഫും പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി മതം എടുത്തെറിഞ്ഞെന്ന് പറയുമ്പോ ഒരു മതത്തിലില്ലാത്തവന്മാർ കുറെ എണ്ണം സപ്പോർട്ട് ചെയ്യും എന്നാണ് നിന്റെ വിചാരമെങ്കിൽ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമാതിരി ഉടായ്പാണ് നീ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളത്. നാടകങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കണ്ണന്റെ പേരും പറഞ്ഞൊരു വീടൊക്കെ വെച്ചല്ല വെച്ച് കളി അമ്പാടി ജിഞ്ചിങ് ജേക്കാടി. ഇന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ രോമൊക്കെ എണീറ്റ് സല്യൂട്ട് അടിക്കും. എണീക്കുമ്പോ കണ്ടാ മതി. എന്ത് രോമാഞ്ചിഫിക്കേഷൻ ഡയലോഗ്. എനിക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, ഞാൻ ഘോര പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ വരികയാണ് ജസ്ന സലീം. ചിഹ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിഹ്നം നമുക്ക് പിന്നെ തീരുമാനിക്കാം. നിൽക്കട്ടെ. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടമിട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കേണ്ടേ, നിനക്ക് സ്വർഗത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എന്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ രോമം എണീക്കുന്നില്ല ജസ്ന, എണീക്കുന്നില്ല എന്റെ രോമം എണീക്കുന്നില്ല. ഇത്രയും പഞ്ച് ഡയലോഗ് അടിച്ചിട്ടും എന്തുകൊണ്ട് തോന്നുന്നില്ല?
സാധാരണ ഇതുപോലെ ഒരു മതമില്ല ജാതിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ വന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു BGM കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും. പക്ഷെ ജസ്ന സലീം പറഞ്ഞിട്ട് ഉള്ള മൂടി ചത്ത് കിടക്കുകയാണല്ലോ. ഇതെന്ത് പറ്റി? പോട്ട്, ഇനിയിപ്പോ ഇങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മതത്തിന്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ട. നീ ആകെ വൈറലായത് കൃഷ്ണന്റെ പടം വരച്ച മുസ്ലിം കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ ലേബല് അങ്ങോട്ട് മാറുന്നില്ല. ഇനി നിനക്ക് ആ ലേബൽ വേണ്ടെങ്കിൽ നീ അവിടെ മാറിയിരും. അല്ലാണ്ട് ഇനി കിടന്ന് ഗുണയടിക്കാൻ നിൽക്കരുത്. ചുമ്മാ ഉള്ള കാര്യം പറയല്ലോ. ഇങ്ങനെ ഒന്ന് കടന്ന് വരവേണ്ട കാര്യം ഒരു രീതിയിലും ഞാൻ കാണുന്നില്ല. അമ്മാതിരി രീതിയിൽ കടന്ന് വരവേണ്. ഇപ്പൊ കൃഷ്ണനെയും വേണ്ട, മുസ്ലിമിനെയും വേണ്ട, ആരെയും വേണ്ടാത്ത അവസ്ഥയായിട്ടുണ്ട്. ജസ്ന സലീം സോളോ റൈറ്ററായി മാറിയിരിക്കുകയാണ്. കൃഷ്ണനെ വരച്ച മുസ്ലിം കുട്ടി, അങ്ങനെ തന്നെയാണ് നിന്നെ 10 ആൾക്കാർ ശ്രദ്ധിച്ചത്. അല്ലാണ്ട് ഒന്നുമില്ല. അല്ലാണ്ട് ഇവിടെ ഇഷ്ടംപോലെ പേര് കൃഷ്ണന്റെ പടം വരയ്ക്കുന്നുണ്ട്. കൃഷ്ണന്റെ പടവും അയ്യപ്പന്റെ പടവും മുരുകന്റെ പടവും ശിവന്റെ പടമൊക്കെ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നീ കൃഷ്ണനെ വരച്ചപ്പോ എന്തുകൊണ്ട് വൈറലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഇപ്പൊ അങ്ങ് കുറച്ച് വീടും സ്വത്തും പണമൊക്കെ ആയപ്പം കൃഷ്ണനും വേണ്ട, പടവും വേണ്ട, മുസ്ലിം വേണ്ട, ഐലേസ. ഓക്കെ. അപ്പൊ ഈ മതം ഇല്ല എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമാണ് അല്ലെ? അപ്പൊ നാളെ ഇനിയിപ്പോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ്, എല്ലാവരും മരിക്കും, മരണം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ജസ്നനെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പൊതുവേ എന്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട്, ജെസിയെ, അവർ ജെസിയെ നട്ട വിളിക്കുക, ജെസിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങൾ മാറ്റി വെച്ചോ, നമ്മൾ ഇവിടെ ആയിരിക്കട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞിട്ട്. പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ എല്ലാം ഒന്നല്ലേ, പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിന്റെ ബാക്കിൽ, അത്രേ ഉള്ളൂ. ഞാൻ പൊട്ട് തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നീ പൊട്ട് കുത്തല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ പുറത്താക്കണേ, വീടിന്റെ ബാക്കി സ്ഥലം ഉണ്ടല്ലോ, എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത്. അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മള്. അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ, മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല. ഫിലോസഫി ഡാ, ജസ്ന സലീമിന്റെ ഫിലോസഫി ഡാ. ചത്ത കിളിക്ക് എന്തിനു കൂട് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ചത്ത കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യില്ല, അതല്ല എനിക്കൊന്നുമില്ല. എന്റെ ഒരു മൈൻഡ് അതാണ്. കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെയ്യും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. നീ പിള്ളേർ പഠിക്കാൻ അടുത്തുണ്ടോ, അല്ലെങ്കിൽ നമ്മളായിട്ട് അക്കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിച്ചളയും. അതിൽ ഞാൻ അങ്ങോട്ട് ഒരു ഇത് വയ്ക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഞാനിവിടെ ഒരു കാര്യമായിട്ട് കാണുന്നത്. അല്ലാണ്ട് ചത്തേനേഷം എന്തെങ്കിലും സംഭവിക്കട്ടെ, എനിക്ക് അങ്ങനെ ചത്തേനേഷം നെവർ എവർ മൈൻഡാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്ത് നോക്കണം, ജീവിച്ചിരുന്ന സമയത്ത് എന്നെ ഒരു പട്ടിനെ നോക്കിയില്ല, പിന്നെ ചത്തേനേഷം എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, അതൊന്നും എൻ്റെ ഒരു കൺസേൺ അല്ല. ഓക്കെ, അത് വിട്. ജസ്ന സലീമിന്റെ ഫിലോസഫിയൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും രോമം എണീക്കുന്നില്ല, എന്തോന്നും അറിയില്ല. ഇനി ചത്തതിനു ശേഷം ഉള്ള ചരിത്രത്തിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ജസ്നയ്ക്കുള്ള മറുപടി ഒരു ഉസ്താദ് തന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ എന്റെ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു, അവരെന്നെ ചീത്ത വിളിക്കുന്നു, അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ? കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഏറെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാരാണ്? ആരുടേതാണ് ആ കവിതാ സമാഹാരം? യൂസുഫ് അലി കേച്ചേരിയുടെയാണ്. നമ്മുടെ മലയാളത്തിലെ മഹാനടനാണ് മമ്മൂട്ടി. പല്ലാവൂർ ദേവനാരായണൻ മുതൽ ഇങ്ങോട്ട് അറക്കൽ മാറുള്ളി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ്. ഇപ്പൊ മമ്മൂട്ടിനെയാണെങ്കിലും യൂസുഫ് അലി കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്ത വിളിക്കാറുണ്ടോ? അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ? അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കെ തന്നെ ഈ ജനാധിപത്യ രാജ്യം, ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന അവകാശമുണ്ട്. ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേര് സ്വീകരിച്ച ഒരാൾ ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുധാവനം ചെയ്ത് മതത്തിന്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചേ പോകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല. ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയാൾക്ക് വിശ്വാസിയാകാം, അയാൾക്ക് സ്വതന്ത്രനാകാം, ഏത് രൂപത്തിലും ജീവിക്കാം. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ്. ഞാനിപ്പോ ക്രിസ്ത്യാനിയെന്ന് വെച്ചും കൊണ്ട് എനിക്കിനിപ്പോ പള്ളിയിൽ പോകാൻ പാടില്ല, കോവിലിൽ പോകാൻ പാടില്ല, ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നും കൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പോയിട്ട് പട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ട്രാക്കാണ് ഞാനും പിടിക്കുന്നത്. ഇവിടെ ജസ്റ്റ് കാണിച്ചത് മുസ്ലിം ആയിരുന്നും കൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പോയിട്ട് പട്ടി ഷോ കാണിച്ചു, വലിയ മാസ് കാണിക്കാനൊക്കെ നോക്കി, അങ്ങനെ കുറെ മാസ് പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് ഫ്ലോപ്പായി തേഞ്ഞൊട്ടി നാട്ടുകാർ കണ്ടുപിടിച്ച് എക്സ്പോസ് ആയി ഇപ്പൊ കിടന്ന് മെഴുകണ്. ഇപ്പൊ ഒരു നിക്കക്കളിയില്ലാതെ പുതിയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടമോടി ഞാൻ വന്നിരിക്കുകയാണ്. ജസ്ന സലീം വേണ്ട, ആ ഒരു സെറ്റപ്പ് എന്തി ഒരു കാര്യമില്ല. സത്യം പറയാലോ, എത്ര കപട
പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ജസ്ന സലീം എന്താണെന്ന് ഏതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിഡ്ഢികളല്ല ജനങ്ങൾ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്നയ്ക്കും കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും കൊള്ളാം. ഇനി കിടന്ന് വരവി ഉരുളിപ്പരണ്ട് നിൽക്കാൻ നോക്കണ്ട. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഇവര് ഷെഫീന ബീബി അങ്ങനത്തെ ഒരു ലൂപ്പിൽ അവിടെ ഭയങ്കര അടിയും ഭയങ്കര വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുകയാണ്. ഷെഫീന അവര് ഒരുപാട് കാര്യങ്ങൾ ഇവരെയൊക്കെ പറ്റിയിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം. ബൈ.